പിന്നെ എൻ്റെ പിള്ളേർക്ക് അമ്പലത്തിൽ ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ ഇനി അവരെ മേക്കപ്പൊക്കെ ചെയ്യണത്. ഞാൻ എന്നെ മേക്കപ്പ് ചെയ്ത് കുട്ടിച്ചാത്തനാക്കാമെന്ന് വിചാരിച്ച് മുടിയൊക്കെ കെട്ടി തുടങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴേക്കും കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് പോയപ്പോൾ ഒന്നും നോക്കില്ല. കവിത ടീച്ചറെ വീട്ടിലേക്ക് വേഗം ഓടി. അവിടെ ഇൻവെർട്ടർ ഉണ്ടല്ലോ. അങ്ങനെ പോണ വഴിക്ക് കവിത ടീച്ചർ അതാ മുന്നിൽ തന്നെ സ്തംഭം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. മോനുണ്ടും വിക്കിയുണ്ട്. അവരവിടെ വിക്കിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. എല്ലാം പുറത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം കുറേ സാധനങ്ങൾ മിസ്സിങ് ആണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ദൈവമേ കാത്തിരക്ഷിക്കണേന്ന് പറഞ്ഞ് പിള്ളേർ കുട്ടിച്ചാത്തന്മാരവരുതേന്ന് പറഞ്ഞ് രണ്ടുപേർക്കും മേക്കപ്പൊക്കെ അങ്ങനെ തുടങ്ങി. പക്ഷെ ഒരുവിധം കുഴപ്പമൊന്നുമില്ല. എൻ്റെ അഭിപ്രായമാണ്. ഇതായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഫേസ്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അത്യാവശ്യം നേരിട്ടില്ലേ? അങ്ങനെ പിള്ളേർക്ക് അവർ കഴുത്തിടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പിള്ളേർക്കൊക്കെ കഴുത്തിടാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ കയ്യിലും കാലിലൊക്കെ കഴുത്തിട്ട് കൊടുത്തു. അങ്ങനെ അവർ പോവാൻ സമയമായപ്പോൾ അവരെനിക്ക് ദക്ഷിണ വെച്ചു. ഞാനത് ദക്ഷിണ മേടിച്ച് കുട്ടികളെ അനുഗ്രഹിച്ചു. എല്ലാവരും പറയുന്ന പോലെ നന്നായി കളിക്കണം, ചിരിച്ച് കളിക്കണം, എന്തെങ്കിലും ഊരി വീണോ അതൊന്നും എടുക്കരുത്, അതൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അവർ ഓട്ടോറിക്ഷയിൽ അച്ഛൻ്റെ കൂടെ പോയി കാറ്റൊക്കെ പറഞ്ഞു പോയതിന് ശേഷം ഞാൻ ഫ്രീ ആയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ അമ്മമാർ വന്നത്. അവർ വന്ന് അങ്ങനെ അവർക്ക് ക്ലാസ് എടുത്തു. ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം.